ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ചിരിക്കല്ലോ. അപ്പം ഞങ്ങളിത് സമയം 12 മണി ആകാൻ പോവാണ് കേട്ടോ. ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോസ് ഒന്നും തന്നെ എടുത്തിട്ടില്ല. ആദ്യം രാവിലെ 2-3 ക്ലിപ്പൊക്കെ എടുത്തെങ്കിലും പിന്നെ ആ കാര്യം ഞാൻ മറന്നു. ഇപ്പൊ 2-3 ദിവസമായിട്ട് എടുക്കണ കാര്യം ഞാൻ മറന്നു പോവാണ്. പിന്നെ ആ ഒരു ഓളത്തിൽ പോവാം. പക്ഷെ ഞാൻ പറഞ്ഞില്ല, എന്നും ഇടുന്നോണ്ട് ഇടാതെ വരുമ്പോ ഒരു സങ്കടം, മമ്മിയുടെ ആ സങ്കടം എനിക്ക് വന്നു തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ ഡിമ്പിളിന് ആ സങ്കടം അതങ്ങനെയല്ല, കാണാണ്ടാവുമ്പോ ചോദിക്കുമല്ലോ. അത് വേറെ നല്ലതല്ലേ അത്. പിന്നെ കണ്ടന്റ് ക്ഷാമം ഒരാളിപ്പോ ഉണ്ട് കേട്ടോ, സ്ഥിരമായിട്ട് എനിക്ക് എപ്പോഴും കണ്ടന്റ് ക്ഷാമമായിട്ടാണ് ഇന്നത് ചെയ്തതൊക്കെ. അപ്പൊ ഞാൻ ഓർത്തു ക്ഷാമം ഉണ്ട് കേട്ടോ, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നത്, നല്ല ക്ഷാമമുണ്ട് കണ്ടന്റിന്. അപ്പൊ ഞങ്ങളായിട്ട് ഓരോന്നും ക്രിയേറ്റ് ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് മാത്രമേ ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നാനുള്ളൂ. പക്ഷെ ഇഷ്ടമുള്ള കുറേ പേരുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഡെയിലി 3 പേരും എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഒരു 8 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് എങ്കിലും മതി എന്ന് പറഞ്ഞ കുറേ പേരുണ്ട്. അവർക്ക് വേണ്ടിയാണ് കേട്ടോ ഈ വീഡിയോ. അപ്പൊ ഞാൻ ഓർത്ത് ഇന്ന് ഡിമ്പിളിനെ ഞാൻ പിടിച്ചു. ഞാൻ കുളിച്ച് കിടക്കാൻ പോണോർത്തത് കുത്തിപ്പൊക്കി. എനിക്കും കാണില്ലേ ആഗ്രഹങ്ങള്. എന്റെ ആഗ്രഹം താമ എന്റെ സാധിച്ചത്. ഇന്ന് ഡിമ്പിളിനെ പിടിച്ചു, ചിലപ്പോ നാളെ മമ്മീനെ പിടിക്കും, നാളെ ഡാഡിനെ പിടിക്കും, അങ്ങനെയൊക്കെ ഞാൻ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഈ വീട്ടിലെ കണ്ടന്റുകളാണ് ഡാഡിയാണ് ശരിക്കുള്ള കണ്ടന്റ്. പക്ഷെ ആ കണ്ടന്റ് ഉറങ്ങിപ്പോയി. അല്ലെങ്കിൽ നമുക്ക് ഡാഡിനെ വെച്ച് ഓൾറെഡി ഒരു കണ്ടന്റ് ആക്കിയില്ല, ഇനിയിപ്പം മമ്മീനെ വെച്ച് വല്ല കണ്ടന്റ് ആക്കണം. ഇനിയിപ്പോ ഡാഡിക്ക് മാർക്കറ്റ് ഇല്ല. ഫസ്റ്റ് നല്ലൊരു മാർക്കറ്റ് ഡാഡി എനിക്ക് തന്നു, അത് മതി. അപ്പൊ ഞങ്ങൾ ഇന്ന് ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. കുറേ നാളായിട്ട് കുറച്ച് പേര് ചോദിക്കുന്ന ഒരു സംഭവം. പാച്ചുവിന്റെ ഞങ്ങള് പ്രസവിച്ച് കഴിഞ്ഞിട്ട് പോകുന്ന സമയത്താണ് നമ്മള് പിന്നെ 3 years ആയി ഞങ്ങൾ ഒന്നിച്ചൊരു ഇത് തന്നെ. ഞങ്ങളുടെ മേളത്തെ റൂമിൽ ഇരുന്ന് എടുക്കുന്നു. അന്ന് ഇത് തന്നെ മമ്മി തന്നെ എടുത്തു വരുന്നു. ഞാൻ അന്ന് മമ്മി എടുത്തത്. ഞാൻ 5 ഡയലോഗുകളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ ഡിമ്പിളുടെ റൂമിൽ ഇരിക്കുന്നു, മമ്മി എടുത്തു തരുന്നു. വ്യത്യാസം സൈഡൊക്കെ ഒന്നാണ് കേട്ടോ, പക്ഷെ റൂമൊക്കെ വേറെയാന്നേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ ടോപ്പിക്ക് പറഞ്ഞു കൊടുക്കണോ? കേൾസ് മണി മാറ്റി അല്ല, മുടിയെ കേൾസ് സുന്ദർ. ഡിമ്പിളുടെ ഇപ്പൊ പുതിയ ഒരു ഇതാണ്. ഡിമ്പിൾ എന്റെ വീഡിയോയിലൊക്കെ വന്നാണ് ഡിമ്പിളുടെ ബ്യൂട്ടി സീക്രട്ട് എന്ന് പറയോ? സോറി, ഞാനിത് എല്ലാവരോടും പറഞ്ഞിട്ടുള്ളതാണ്. ഇന്നാണ് എന്റെ കമന്റ്. അതിന് അവര് കുറച്ച് പേര് 1-2 പേര് എന്നോട് ചോദിച്ചു ഒന്ന് പറഞ്ഞു തരുമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, മക്കള് വീഡിയോ കണ്ടാൽ മതി, എനിക്ക് കാണാണ്ട് പറയാറിയില്ല. ഞാൻ കാണാണ്ട് പറഞ്ഞാൽ ഇരട്ടി ഉപദ്രവവും. കാരണം ഞാൻ കാണും കൂടി ഇല്ല ഇവര് ചെയ്യണത്. പിന്നെ ഇപ്പൊ ഞാൻ ഇങ്ങനെ പറയാ. അതെ, മെനക്കെട്ട് സ്കിൻ കെയർ എന്ന് പറഞ്ഞപ്പോ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഡിമ്പിളാണ് കൂടുതലും ഡെഡിക്കേറ്റഡ്. ഞാൻ കറക്റ്റ് ആയിട്ട് ചെയ്യും, കാരണം എനിക്ക് ഒരു മോനല്ലേ ഉള്ളൂ. ഇവിടെ ഫുൾ ബിസിയാണ്. തോന്നുമ്പോ ചെയ്യും, തോന്നുമ്പോ ചെയ്യൂല. ഫ്രിഡ്ജില് പക്ഷെ 2 ആൾക്കുള്ള സാധനങ്ങളാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഒരു ഗ്യാപ്പ് കിട്ടുമ്പോ ചെയ്യും. എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ടൈമിന് കാരണം ഞാൻ ഇതൊക്കെ തേച്ച് വരുമ്പോഴായിരിക്കും അമ്മ തോളത്തുറങ്ങാൻ ആൾക്കാർ. ആ തോമോന് പേടി. ഇപ്പൊ പേടിയൊന്നും. ഞാൻ കൊതിച്ചിട്ടുണ്ട് ഒരു ഫേസ് മാസ്ക് ഇടാനായിട്ട്. എന്റെ ദൈവമേ, ഇപ്പൊ ഞാൻ ഗുഡ് വൈബ്സിന്റെ ആ ഗോൾഡിന്റെ പീൽ ഓഫ് മാസ്ക് അവന് ഭയങ്കര ഇഷ്ടം. ഞാൻ തൊട്ട് നോക്കട്ടെ അമ്മ, അതിങ്ങനെ ഡ്രൈ ആവുമ്പോ റബ്ബർ പോലെ ആവില്ല, അത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മള് കാര്യത്തിൽ നിന്ന് പോയി. എനിക്ക് പറഞ്ഞു ഫലിപ്പിക്കാറില്ല, താൻ പറയൂ. കൊറേ പേര് ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ കെമിസ്ട്രിയെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് അറിയാവുന്ന കെമിസ്ട്രി പറയാന്ന് വിചാരിച്ചു. കൊറേ പേര് എന്താ പറയാ, നല്ല രീതിയിൽ പലരും പറയുന്നുണ്ട്. പോസിറ്റീവായിട്ടാണ് കൂടുതലും ചോദിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് അതുപോലെ നെവർ മൈൻഡ് ആയിട്ട് വിട്ടിരിക്കുന്നതാണ്. പക്ഷെ നല്ല രീതിയിൽ കുറേ പേര് ചോദിക്കുന്നുണ്ട്, എങ്ങനെ നമ്മളൊരു വീട്ടിലിരിക്കുമ്പോ അല്ലെങ്കിൽ ഇത്രയും ഇത് എല്ലായിടത്തുള്ള പ്രശ്നം, പിള്ളേർ വരുമ്പോൾ നിങ്ങൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും? ഞാൻ ആലോചിക്കും, ഇതിൽ മാത്രം അഡ്ജസ്റ്റ് ചെയ്യാനിരിക്കുന്നത്. നമ്മളൊരു ശരിക്കും ഒരു എന്തിനാ പറയുക, ഒരു ടീം വർക്കായിട്ട് പോവുകയാണെങ്കിൽ ഇതിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളൊരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി. എന്ത് ചെയ്യുമ്പോഴും ഒരു പണിയായിട്ടില്ലാണ്ട് നമുക്കിപ്പോ ഇപ്പൊ ഞാനിപ്പോ എന്ത് കാര്യം ഞാൻ ചിന്തിക്കുമ്പോഴും ഡിവൈൻ ഈ വീട്ടിലുണ്ടാവുന്ന എന്ത് കാര്യം വെച്ച് ചിന്തിക്കുമ്പോഴും ഞാൻ എന്ന മരുമകള് എന്തൊക്കെ ആഗ്രഹിക്കുന്നോ, അല്ലെങ്കിൽ എന്ത് പറഞ്ഞാൽ സങ്കടാവും, അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലാണ് സന്തോഷാവാന്ന് ഞാൻ എന്നെ ഒരു മരുമകളുടെ സ്ഥാനത്ത് ഞാൻ ആലോചിക്കും. അതാണ് ഞാനിവിടെ അപ്ലൈ ചെയ്യാറ്. അപ്പൊ അത് മാക്സിമം
എന്റെ സൈഡിൽ ഞാൻ അങ്ങനെ അറിയില്ല, ഇപ്പൊ ഡിവൈൻ എനിക്ക് തോന്നുന്നു എനിക്കറിയില്ല. അപ്പൊ എനിക്കിങ്ങനെ ചെയ്യുമ്പോ എനിക്ക് വിഷമാവാറുണ്ട്. അപ്പൊ അത് ഞാൻ ഡിവൈന് അങ്ങനെ ആവാതിരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഇല്ലേ മമ്മി? അങ്ങനെ ഒരു പരിധി എനിക്ക് ചില നേരത്ത് 2 പെൺമക്കളായിട്ട് തോന്നും, പക്ഷെ ചില നേരത്ത് എനിക്ക് 2 മരുമക്കളായിട്ട് തോന്നാറുണ്ട്. ചില സമയത്ത് അതെ, സാഹചര്യം പോലെ അത് മാറും. അനുസരിച്ചാണ്. പക്ഷെ ഞങ്ങൾ ആ ബോണ്ട് കീപ്പ് ചെയ്ത് കൊണ്ടുപോയി. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, ഒരു ഫാമിലി ഫുൾ ഒന്നിച്ച് നിൽക്കുമ്പം അത് എല്ലാം പല പല എല്ലാവർക്കും നമ്മൾ പറയത്തില്ലേ 5 പേരിലുണ്ട്, 5 പേരിലും 5 ടൈപ്പാണ്. അതുപോലെയാണ് നമ്മളിവിടെ വീട്ടിലുള്ള ആൾക്കാരും എല്ലാരും ഇപ്പൊ എപ്പോഴും പീസ് ഓഫ് മൈൻഡിലായിരിക്കില്ല, പലർക്കും പല മൂഡുകളായിരിക്കും. പ്രത്യേകത എന്താ വെച്ചാല് 5 പേരുണ്ടെങ്കിൽ 5 പേരും ബിസി ആയിട്ടുള്ള ആൾക്കാർ. മമ്മിയെ സംബന്ധിച്ച് മമ്മിയുടെ സൈഡിൽ നിന്ന് മമ്മിക്ക് ഇരിക്കാൻ നിൽക്കാൻ നേരില്ലാണ്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഡാഡി ഷോപ്പിംഗ്, മറ്റേ പർച്ചേസിങ്, പോസ്റ്റിംഗ് ഒക്കെ ആയിട്ട് ഡാഡിക്കും ഒരു നേരമില്ലാത്ത കുട്ടികളെ നോക്കുക. കുട്ടികളെ നോക്കല് ഇത്തിരി കുറഞ്ഞു. ഞങ്ങളത് കുറച്ച് വെട്ടിച്ചുരുക്കി. കാരണം മുമ്പ് 2 പേരും എത്താറുന്നു, ഇപ്പൊ കുറഞ്ഞു. ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാല് പർപ്പസ്ഫുള്ളി പറിച്ച് മാറ്റി. കാരണം അവർക്ക് ബിസിനസ്സിൽ ഇരിക്കുമ്പോ അവർക്ക് അവരുടേതായ ഒരു പീസ് ഓഫ് മൈൻഡ് ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ ഏതോ ഒരു വീഡിയോയിൽ റീസെന്റ് ഞാൻ പറഞ്ഞു, കുട്ടികളെ നോക്കാത്ത, ഞാൻ പറഞ്ഞു അവർക്ക് കുട്ടികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികളാണ്. അത് നമ്മൾ അവരെ നോക്കാൻ ഏൽപ്പിക്കുന്ന കാര്യം. അവർ അവരുടേതായ ലൈഫിൽ അവരെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അവർ മാക്സിമം ബിസി ആകാൻ നോക്കാറുണ്ട്. അല്ലെങ്കിൽ എനിക്ക് കൂടുതലും അവർ മുന്നോട്ടുള്ള ലൈഫിലേക്കുള്ള കരുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷമാണ് ഇപ്പൊ ഗോൾഡ് വാങ്ങിക്കാൻ തോന്നില്ല, അല്ലെങ്കിൽ ഒരു അസറ്റ് ആയിട്ട് തോന്നുന്നത്. സത്യമായിട്ടും ഇവിടെ വന്നിട്ടുള്ള ഒരു ശീലം തന്നെയാണ്. നമ്മളത് ശരിക്കും അഡാപ്റ്റ് ചെയ്തത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എന്താണ്, പിന്നെ ഈ പറഞ്ഞ പോലെ ഡിവൈൻ്റെതായ തിരക്കുകൾ, എനിക്ക് എന്റേതായ തിരക്കുകൾ. ഇതിലെങ്ങനെയാന്ന് വെച്ചാല് ആരെപ്പോഴാണോ ഫ്രീ ആണ് അവര് പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെയാണ്. ഇത് ചെയ്തോളണം, ഞാൻ ഇത് ചെയ്തോളണം, അത് എന്റെ പണിയാണ്, അങ്ങനെ ഒരു ചിന്ത ആർക്കും വെച്ചു കൊടുത്തിട്ടില്ല. ഇപ്പൊ ഡിവൈന് എന്നെ കടക്കള പണി ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ തന്നെ ഇത് ചെയ്യണം, അങ്ങനെ ഒരു ചിന്തയില്ല. ആരാണോ ഫ്രീ ആയിട്ടിരിക്കണേ, ഏത് കുട്ടിയാണോ എന്താ പറയാ സെറ്റിൽ ആയിട്ടിരിക്കണേ, അവര് ചെയ്യാം. അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് ശരിക്കും 3 പിള്ളേര് ഞങ്ങളുടെ ഇപ്പൊ മമ്മി പറയുന്ന പോലെ തന്നെ ഇതിപ്പോ ആരുടെ കൊച്ചാന്നുള്ളതൊരു, കാരണം ഇപ്പൊ എനിക്ക് ഇപ്പൊ പാച്ചു കയറാണെങ്കിൽ ഞാൻ പോയി എടുക്കും, ഇപ്പൊ തോമു കയറാണെങ്കിൽ ഡിമ്പിള് പോയി ആശ്വസിപ്പിക്കും. അങ്ങനെയാണ് നമ്മൾ ആ ഒരു എന്താ പറയാ, അത് കണ്ടറിഞ്ഞ് ചെയ്യുന്ന. നമ്മളിപ്പോ എല്ലാത്തിനും തൊട്ടനും പിടിച്ചതിന് കുറ്റം കണ്ടുപിടിച്ചാൽ അവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ ആരും മൈൻഡ് ചെയ്യാറില്ല. പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഡിവൈന്റെ കുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്തു, ഞാൻ അപ്പൊ അത് കംപ്ലൈന്റ് ആയിട്ട് അത് പറഞ്ഞ് അതിൽ ഞാൻ പാരന്റ്സ് കയറി ഇടപെട്ട് അവര് തമ്മിൽ അടിയാവാൻ വേറെ ഒന്നും വേണ്ട, വിഷയങ്ങളൊന്നും വേണ്ട. പ്രത്യേകിച്ച് ഒരേ പ്രായത്തിൽ വരുന്ന പിള്ളേരായാലും അവര് തമ്മിൽ അടിക്കും, ഇടിക്കും, തള്ളും ഒക്കെ ചെയ്യും. ഞങ്ങളത് മൈൻഡ് ചെയ്യാറില്ല. അവരവരുടെ പാടായി നമ്മളവരെ ഗൈഡ് ചെയ്യാറുണ്ട്, അത്ര മാത്രമല്ല. അല്ലാതെ നമ്മൾ അതിന്റെ പേരിൽ നീയോ ഞാനും കണ്ടിട്ടുണ്ട് ഇഷ്ടം പോലെ പേര്. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എനിക്ക് ചുറ്റിനും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളെ ലൈഫിൽ ഇന്നത് വേണം അല്ലെങ്കിൽ ഇങ്ങനെ പോയാൽ മതി എന്ന് പറഞ്ഞാൽ നമുക്കത് സാധിക്കാവുന്ന കാര്യമാണ്. ടീം വർക്കാണ് ശരിക്കും ഒരു ജോയിന്റ് ഫാമിലി. അത് എല്ലാവരും ഇപ്പൊ ചോദിക്കുന്നത് ഇന്നത്തെ കാലത്ത് എങ്ങനെ ജോയിന്റ് ഫാമിലിയിൽ നിൽക്കാൻ പറ്റും. ഒരു കുഴപ്പമില്ല, ഞാൻ പറഞ്ഞില്ല, ടീം വർക്ക് ഓക്കെ ആണെങ്കിൽ എവിടെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും. എന്ന് വെച്ചാൽ നമ്മള് തമ്മില് പിണക്കങ്ങൾ ഉണ്ടാവാറുണ്ട്, തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്, ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. എല്ലാ ദിവസവും അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. ഇതെല്ലാതും ഇൻക്ലൂഡ് ആയിട്ട് വരുമ്പോഴാണ് ഒരു ഫാമിലി മുന്നോട്ട് പോകുന്നത്. എന്തുണ്ടെങ്കിലും അത് മുഖത്ത് നോക്കി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അല്ലാതെ മനസ്സിൽ വെച്ചുകൊണ്ട് എനിക്കിഷ്ടമില്ല, എനിക്ക് പൊതുവെ ഇഷ്ടമില്ല. ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ തീരാവുന്ന കാര്യമായിട്ടുള്ളൂ. പിന്നെ കുറെയൊക്കെ ടെലിപ്പതി വർക്ക് ചെയ്യാറുണ്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മനസ്സിൽ എന്തെങ്കിലും കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ അത് എനിക്കിപ്പോ ഒന്നുകൂടെ എനിക്ക് ഇപ്പോഴാണ് ആ ഒരു ട്രാക്കില് വന്നു തുടങ്ങി. ആദ്യം ഞാൻ അങ്ങനെ എനിക്കുള്ള ഗ്യാപ്പ് കിട്ടാറില്ല. പിന്നെ ഡിമ്പിളും ബിസി ആയിരുന്നു, കൊച്ചും ആശുപത്രിയും ഒക്കെ ആയിട്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് ആദ്യത്തെ ഒരു 1.5 വർഷം 2 വർഷം ഒന്നിച്ചുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. നമ്മൾ നോക്കുമ്പോ എപ്പോഴും വീഡിയോസിൽ ഒന്നിച്ചുണ്ടെങ്കിലും ഞങ്ങള് ലൈഫിൽ അങ്ങനെ ഒന്നിച്ചുണ്ടായിട്ടില്ല. കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഡെലിവറി കഴിഞ്ഞ സമയത്താണെങ്കിൽ ഞാൻ ഫുൾ ടൈം റൂമിൽ ഇരിക്കാൻ പാടുള്ളായിരുന്നു. ഡിവൈന്റെ കാര്യം നോക്കി പുറത്തായിരിക്കും. ഒരു വീട്ടിലാണെങ്കിൽ പോലും ഞങ്ങൾ അങ്ങനെ ഒരു ഇന്റിമേറ്റ് ആവേണ്ട സമയങ്ങളൊന്നും വന്നിട്ടില്ല. ശരിക്കും തോമൻ 1 വയസ്സുള്ളപ്പോ തൊട്ടാണ് വീട്ടില് അല്ലെങ്കിൽ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും, അല്ലെങ്കിൽ ഇവര് ഹോസ്പിറ്റൽ ഒരു സ്വസ്ഥത ഇല്ലാത്തൊരു സംഭവമായിരുന്നു. ഓർഡർ ഏതാവും എന്നുള്ള ടെൻഷൻ പിടിച്ചൊരു ലൈഫായിരുന്നു. പക്ഷെ അതൊക്കെ മാറി ഒരു ട്രാക്കിൽ ഇപ്പം
ഇപ്പൊ രണ്ടുപേരും ഒരുമിച്ച് സ്കൂളിലൊക്കെ പോണ കാണുമ്പോ തന്നെ അതൊക്കെ ഭയങ്കര ഇനിയിപ്പോ അവരെ അവിടെ പോയി ചേർക്കുമ്പോഴാണ് ബുദ്ധിമുട്ട് ഇപ്പൊ ഞങ്ങളെക്കാൾ കൂടുതൽ അവർക്ക് തോമൂന് ഭയങ്കര ഫീലിങ്സ് ആവും. തോമൂന് ശരിക്കും ഒരു ചേട്ടൻ ഒരു ഇതിലാണ് ചെയ്യുന്നത്. എടാ പാച്ചു ബാഗ് എടുക്കടാ പാച്ചു. സന്തോഷം തോന്നും കേട്ടോ ഒരുമിച്ച് അവര് പോകുന്ന വരുന്ന. ഞാൻ സത്യം പറഞ്ഞ ഇങ്ങനെയൊന്നും പ്രതീക്ഷയില്ല അവരെ ഒരുമിച്ച് പോവാന്നൊക്കെ ഉള്ളത്. സത്യം പറഞ്ഞ ഒരു ഡ്രീം മാത്രമാണ്. എന്തായാലും ഈ ഒരു സ്റ്റേജിൽ ഒന്നിച്ച് ഈ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്റ്റേജാണ്. ഒരുമിച്ച് പോകാൻ പറ്റിയൊരു സംഭവമാണ്. അത് ഒരേ സ്ഥലത്ത് പോകാൻ പറ്റി. അതൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ ഇതൊക്കെ തന്നെയാണ് സംഭവങ്ങള്. പിന്നെന്താ പിന്നെ ഈ താൻ തന്റെ അടുത്ത് കുറെ പേര് പറയാനുണ്ടല്ലോ എന്നെ ഓടിച്ചുവിടേണ്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട്. നാത്തൂൻ പോരെടുത്ത എനിക്ക് വരുന്ന ഉപദേശമാണ് നാത്തൂൻ പോരെടുത്താ പൊക്കോളും. ഞാൻ ചോദിക്കണം നാത്തൂൻ പോര് എടുക്കേണ്ട ആവശ്യം. അത് ശരിക്കും ഈ പോര് കൺസെപ്റ്റ് ഒക്കെ പണ്ടത്തെ കാലത്തെ കഴിഞ്ഞു. ഞങ്ങള് ശരിക്കും അതിനൊന്നും സമയം പോലും ഞങ്ങൾക്ക് കിട്ടാൻ അതിന്റെ ആവശ്യമില്ല. എന്താണെന്നറിയോ, നമുക്ക് വേറെ ചിന്തിക്കാനും അല്ലെങ്കിൽ ചെയ്യാനും ഒന്നും ഇല്ലാത്തവർക്കാണ് പോരെടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തോന്നുക. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടേതായ കാര്യങ്ങളിൽ ബിസിയാണ്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ പോയിട്ട് ഞാൻ ആലോചിക്കാറുണ്ട് എന്ത് ഇതിലാണ് പറയുന്നത്. ഇപ്പം ആ കുട്ടീന്ന് തന്നെ പറയട്ടെ, ആ കുട്ടിയുടെ വീട്ടിൽ നിൽക്കുന്നതിന് നമുക്ക് ആർക്കും നോ എന്ന് പറയേണ്ട ആവശ്യമില്ല. ആർക്ക് എവിടെയാണോ സ്പേസ്. ഇപ്പൊ എനിക്കിവിടെ എന്റെ ഈ സ്പേസ് എനിക്ക് ഓക്കെ ആയതുകൊണ്ടാണോ ഞാനിവിടെ ഇത്ര ഹാപ്പി ആയിട്ട് നിൽക്കുന്നത്. അതൊന്നും ചോദിക്കില്ല ഡിവൈൻ പോവാത്തതിനും ചോദിക്കും, ഇവിടെ നിക്കണേനും ചോദിക്കും. അത് മനസ്സിലാവാത്തൊരു കാര്യം. ചോദിക്കും എന്താ ആൻസിന്റെ വീട്ടിൽ പോവാത്തത്, എന്നോട് വന്നിട്ട് ചോദിക്കും ഡിവൈൻ എന്താ ഡിവൈന്റെ വീട്ടിൽ പോവാത്ത. ഇതിലിപ്പോ ഒരു നിമിഷം ആലോചിച്ച് പോട്ടാ. ഇതിപ്പോ ആർക്കാ പ്രശ്നം ഇതിലെന്താന്നറിയോ, എവിടെയാണോ അവനവന് കംഫർട്ടബിൾ ആയിട്ട്, എവിടെയാണോ അവനവന്റെ ജോലി അല്ലെങ്കിൽ എവിടെയാണ് അവന് സൗകര്യം അവിടെ നിക്കട്ടെ എന്ന് വിചാരിക്കേണ്ട കാര്യമുള്ളൂ. എല്ലാവർക്കും ജീവിക്കണ്ടേ. ഞാനിവിടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ എന്റെ അപ്പനും അമ്മ എനിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ ചോദിക്കണേ എന്റെ അപ്പനമ്മ ഞാൻ പോണില്ലെന്ന് വെച്ചിട്ട് എന്റെ അപ്പനമ്മ അവിടെ വഴിയാധാരമായിട്ട് ഇരിക്കല്ലേ. ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങടെ പോവാ? ആരുമില്ല, പോവാനായിട്ട് ഒരു സ്ഥലം പോലും ഇല്ല. ഇന്നലെ ഒരു ടോക്ക് ഇതായിരുന്നു. അവർക്കുണ്ടാ സെന്റ് അടിച്ചിട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് സെന്റ്. പക്ഷെ ഞാൻ വന്ന സമയത്ത് ഇതൊന്നും സെന്റ് അല്ല. ഞാൻ വന്ന സമയത്തുണ്ടല്ലോ ഞങ്ങളിരുന്ന് ഭക്ഷണം കഴിക്കട്ടെ. ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് അന്നും ഇന്നും വർത്താനം പറയാട്ടോ. എനിക്ക് വന്നപ്പോ സമയത്ത് എന്താ നടക്കുന്നത് നമുക്കറിയാം. അങ്ങനെ ഇരിക്കുമ്പോ കുട്ടു കണ്ണാടി അന്ന് മമ്മി കണ്ണാടി വെക്കൂട്ടോ. ഞാനിങ്ങനെ നോക്കും, ഇങ്ങനെ ചിരിച്ചിട്ട് കണ്ണാടിയുടെ ഇത് വെച്ചിട്ട് ഇങ്ങനെ തടഞ്ഞ് നിക്കട്ടോ. ഞാൻ വല്ലതും പറയാൻ പറ്റുമോ? ആദ്യമായിട്ട് വന്നിരിക്കുകയല്ലേ നമ്മൾ. അങ്ങനെ ഇപ്പൊ മമ്മി പറയുന്ന പോലെ പേടി പറയുന്ന പോലെ ഞാനും ഈ മമ്മി ഇത്ര നേരം ചിരിച്ച് വർത്താനം പറഞ്ഞിട്ട് ഇപ്പൊ എന്നിട്ട് എന്തായാലും നിസ്സാര കാര്യം മതി, ഒരു പാട്ട് കേട്ടാ മതി. പാട്ട് കേട്ടാ നിന്ന് കരയുന്ന ഒരു വ്യക്തിനെ നിങ്ങൾക്ക് ഊഹിക്കാം. അന്നായിരുന്നു ശരിക്കും യൂട്യൂബ് വേണ്ടത് എനിക്ക്. ഞാൻ എന്നിട്ട് അമ്മയോട് വിളിച്ചു പറയാം, അമ്മ എന്താന്ന് അറിയത്തില്ല മമ്മി കരയണോ. അമ്മ പറയും ഇല്ല പോട്ടെ, മമ്മിക്ക് എന്തെങ്കിലും സങ്കടം കാണും അതുകൊണ്ടായിരിക്കും. മമ്മിയുടെ അന്നത്തെ ഒരു അവസ്ഥ അങ്ങനെയായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. എന്താണെന്ന് വെച്ചാൽ നിനക്ക് എന്താണ്. ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ അന്നൊക്കെ ട്രോളുമായിരുന്നു കേട്ടോ. ഞങ്ങൾ കളിയാക്കും. മമ്മി കരയും, ഇപ്പൊ കരയും. മോനായാലും ശരി മോളായാലും ശരി ഞാൻ ഇതിപ്പോ കരയും. ഇപ്പൊ നമ്മളൊന്നും മിണ്ടത്തില്ല. ഓക്കെ ഇപ്പൊ ചിലപ്പോ നമ്മളെ തിരിച്ച് കരയിക്കും. ഭയങ്കര സ്ട്രോങ് ആയി ശരിക്കും. യൂട്യൂബും ഒക്കെ ആയപ്പോഴത്തേനും മമ്മിക്ക് ഫുൾ ടൈം ബിസിയാണ്. അതിന് എന്റെ ഗ്രൂപ്പിലെ കുട്ടികളും മമ്മിക്ക് കുറെ ചങ്ക് പിള്ളേരുണ്ട്. അതാണ് കുറെ മക്കളുണ്ട്. അപ്പൊ ശരിക്കും നമ്മള് ഇപ്പൊ ഇന്ന് നിസ്സാരായാലും മമ്മി ഒരാളുടെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കും നമ്മുടെ വിഷയങ്ങളാണ് ഏറ്റവും വലിയ വിഷയം. പക്ഷെ നമ്മുടെ ചുറ്റിനും അല്ലെങ്കിൽ വേറെ പലർക്കും പല തരത്തിലാണ് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ നമ്മൾ മറ്റുള്ളവരുടെ ലൈഫ് ജഡ്ജ് ചെയ്യാണ്ടിരിക്കുക. അതാണ്. ഇപ്പൊ ഞാനാണെങ്കിലും എന്ത് സിറ്റുവേഷനിൽ കൂടെ ഞാൻ പോണെന്നുള്ളത് കാണുന്ന ആൾക്കാർക്ക് അറിയില്ല. ഇപ്പൊ ഡിവൈനെ സംബന്ധിച്ച് ഡിവൈൻ എന്തൊക്കെ ലൈഫില് ഇപ്പോഴും ഫേസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഡിവൈൻ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് അതും നിങ്ങൾക്ക് അറിയില്ല. അതൊക്കെ നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസ് ആണ്. അല്ലെങ്കിൽ നമുക്കിപ്പോ 100% പ്രൈവറ്റ് ലൈഫ് പബ്ലിക് ആക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് അത് നിങ്ങൾക്ക് തോന്നുന്നതാണ്. നമ്മൾ എന്തൊക്കെ പ്രൈവറ്റ് ആക്കി വെക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രൈവസി എന്തൊക്കെയാന്നുള്ളത് ഞങ്ങളൊരു ഒരു ബെഞ്ച് മാർക്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ജഡ്ജ് ചെയ്യാണ്ടിരിക്കുക. ഞാനത് എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. പക്ഷേ അടിപൊളിയായിട്ടൊരു 4 വർഷമായി ജഗമുഖ. അതെ 4 വർഷം. എന്നിട്ടും എന്താ പറയാ ഈ ചൊറിച്ചിലിനൊന്നും ഒരു കുറവില്ല എന്ന് കേൾക്കുമ്പോഴാണ് സങ്കടം. കമ്പാരിറ്റീവ്ലി നമ്മൾ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് അത്ര അതില്ല. 100ല്
ഒരാളായിരിക്കട്ടെ, അതൊരു ഒന്നൊന്നര പാഷാണത്തികൃമിയാണത്. പിന്നെ ഇപ്പൊ പറഞ്ഞു അവർക്ക് നാണുണ്ടെങ്കിൽ പൊക്കോട്ടെ എന്നുള്ള ഒരു ഞങ്ങള് യൂട്യൂബ് ഉദ്ദേശിച്ചിട്ടില്ല. പല തരത്തിലാണ് എന്ത് പറഞ്ഞാലും ഇപ്പൊ ഞങ്ങൾക്കും എക്സ്പീരിയൻസ് ആയി. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ അതുപോലെ ഇപ്പം എനിക്ക് ഗ്രൂപ്പുണ്ട്, കുറേ കുട്ടികളുണ്ട്, സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇവരൊക്കെ എന്താ പറയുക, നെഗറ്റീവിലൂടെ പോസിറ്റീവായ കുട്ടികളാണ്. എല്ലാവരും എന്നെ ആദ്യം ഒന്ന് കരയിച്ചിട്ട് പിന്നെ അയ്യോ സാരില്ല കേട്ടോ എന്നിട്ട് ചേർത്ത് പിടിച്ചവരാ. ഇത് മുഴുവൻ ഫുൾ അങ്ങനെയായിരുന്നു. പക്ഷെ അതാണ് കുറേ മക്കളുണ്ട് എനിക്ക് ഇപ്പോഴും. വീഡിയോ ഇടാൻ അറിയില്ല, വീഡിയോ എഡിറ്റ് ചെയ്യാൻ അറിയില്ല, അപ്ലോഡ് ചെയ്യാൻ അറിയില്ല, ഡിലീറ്റ് ചെയ്യാനും അറിയില്ല. പക്ഷെ ആ സമയത്ത് എനിക്ക് തോന്നുന്നു മമ്മി ആ വീഡിയോസ് എടുത്ത് ഡിംപിളിന്റെ കുറെ മൈൻഡ് മാറ്റിയിട്ടുണ്ട്. കാരണം ഡിംപിള് ഏറ്റവും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യണം അറിയാതെ ഒരു എന്താ പറയുക ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് മമ്മി കൂടുതലും ഡിംപിളിനെ എൻഗേജ്ഡ് ആക്കി. അത് ഭയങ്കര നല്ലൊരു മൂവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിന്തിക്കാൻ വേറെ മനസ്സിൽ ടെൻഷൻ ഉണ്ടാവും ഒക്കെ കാണും. പക്ഷെ നമ്മൾ ആ ചുമ്മാ ഇരിക്കുമ്പോഴായിരിക്കും നമുക്ക് തോന്നുക നമ്മളിനി എന്താ ചെയ്യുക എന്നുള്ളത് തോട്ട് വരിക. അതീന്ന് മമ്മി കൊറേ എനിക്കത് നായ്ക്ക് പിന്നെ കേട്ടോ മനസ്സിലായി. ഞാൻ ഓർത്ത് മമ്മി എന്തിട്ടാ കാണിക്കുക. പക്ഷെ അത് കൊറേ ആ ഓണത്തിന് 10 ദിവസം അടുപ്പിച്ച് ഷൂട്ട് ചെയ്യിച്ച് അവളെ കൊണ്ട് എഡിറ്റ് ചെയ്യിച്ച് ബുദ്ധിമുട്ടുള്ള സമയങ്ങൾ എന്ന് പറഞ്ഞാൽ ആ സമയമാണ്. നമ്മള് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് ഡിംപിൾ യൂട്യൂബിൽ ആർക്കും തന്നെ അറിയത്തില്ല ഡെലിവറി ആയിട്ടുണ്ട്. നമ്മള് പോലും വീഡിയോ ഇടുന്ന കുറഞ്ഞ എന്നെ സംബന്ധിച്ച് എനിക്ക് പേടിയായി തുടങ്ങി വീഡിയോ. കാരണം കമന്റ് അറിയാണ്ട് നമ്മള് അബദ്ധം വെച്ചാൽ പോലും പറയാൻ പാടില്ല. പിന്നെ അങ്ങനെ ഇടണ്ട. പിന്നെ പതുക്കെ എനിക്ക് തോന്നി നമ്മൾ ഇടാതിരുന്നാലും ആൾക്കാർക്ക് സംശയം വരും. കാരണം നമുക്ക് എന്താ പറയേണ്ടതെന്ന് പോലും അറിയാത്തൊരു സമയങ്ങളായിരുന്നു അത്. പിന്നെ ഡിംപിൾ വന്ന് വീഡിയോ ഇട്ടപ്പം നമ്മള് സെറ്റായി എല്ലാരും. പിന്നെ ഞാൻ അപ്പോഴും ഇപ്പോഴൊക്കെ ഓരോ ഹിന്ദി കൊടുത്തിരുന്നു. മമ്മി എങ്ങനെയാ ഹിന്ദി കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് അവര് ചോദിക്കുമ്പോ മോശമല്ലേ പറയാതിരിക്കും നമ്മളെ. അതെനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. മമ്മിക്ക് സത്യം പറഞ്ഞ സങ്കടമായിരുന്നു. മമ്മിയാണ് ഡിംപിളെ സത്യം പറഞ്ഞാൽ ഞങ്ങള് പുഷ് ചെയ്തില്ലായിരുന്നു. സെക്കൻഡ് ടൈമും തുടങ്ങിയില്ല. അതിൽ ഒരു സംശയമില്ല. ആളെ സംബന്ധിച്ച് എല്ലാം കഴിഞ്ഞു. ഞാൻ ഇനിയില്ല എന്നുള്ളൊരു തോട്ടായിരുന്നു. അവിടുന്ന് പിന്നെ പിടിച്ച് ഞാൻ കൊറേ ചീത്ത വിളിയൊക്കെ കേട്ട് എന്താന്നറിയില്ല. എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം നന്നാവണമെങ്കിൽ കൊറേ പേരെന്നെ ചീത്ത പറയണം. പ്രത്യേകിച്ച് മമ്മിയുടെ മമ്മിയുടെ നല്ല നല്ല കാര്യങ്ങൾ കേട്ടാലേ ഡിംപിളിന് ബൂസ്റ്റ് വരുള്ളൂ. അപ്പൊ ഈ നമ്മുടെ ഏതാണ് മായ നദി സിനിമയില് മറ്റേ ഐശ്വര്യ ലക്ഷ്മിനെ ടോവിനോ ചീത്ത വിളിക്കുന്നില്ലേ, പോരാ 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 ഇനി അതുപോലെ ഞാൻ മമ്മീനെ ആ മൂഡിലേക്ക് എത്തിക്കും. ഞാൻ തകർത്ത് തരിപ്പണായിട്ട് ഞാനിങ്ങനെ ഉയർത്തെ ആ ബൂസ്റ്റിലായിട്ട് രണ്ടാമത് യൂട്യൂബും ഡെലിവറി സ്റ്റോറി ഒക്കെ ആയിട്ട് വന്ന. ഇല്ലെങ്കിൽ മൂന്നാമതും ചാനൽ നമ്മൾ വാങ്ങിച്ചിട്ട് വീഡിയോസ് ഇടാണ്ട് ചാനല് വാങ്ങിച്ചിട്ട് വീഡിയോസ് ഇടാണ്ട് നിൽക്കുക. എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യും. അവസാനം ആദ്യം ഞാൻ പറഞ്ഞു എല്ലാ ദിവസവും ഇട്. ഹേയ് പറ്റില്ല, എന്തിടാൻ ഏതിടാൻ. പിന്നെ ഞാൻ പറഞ്ഞു കറക്റ്റായിട്ടൊരു ടൈമിലിട്. അപ്പോൾ ആൾക്കാർ ചോദിച്ചു തുടങ്ങും എപ്പോഴാണ് ഇടണേ, എന്താ ഇന്നലെ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചു തുടങ്ങും. അങ്ങനെ ഇപ്പം അതേ ഡിവൈന ഒരിടയ്ക്ക് മടി. അപ്പോൾ എന്നോട് എല്ലാവരും ചോദിച്ചു തുടങ്ങി എന്താണ് ഇടാത്തത്, ആരോടുള്ള ദേഷ്യമാണ്, സങ്കടമാണോ, നേരമില്ലാണ്ട് പനി ഒഴിഞ്ഞിട്ട് നേരമില്ലാണ്ടാണോ. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞ് ഡിവൈനിങ് ഇപ്പം എല്ലാവരും ഒരു വലിയ കുഴപ്പമില്ലാണ്ട്. കാരണം അവർക്കൊക്കെ ചെറുപ്പം. ഞാൻ ഈ പ്രായത്തിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് ഇതിനേക്കാളൊക്കെ നന്നായി ചെയ്യാലോ. മെയ്ഡ് ഇല്ലാത്തതിന്റെ വിശേഷങ്ങളും കൂടി ഒന്ന് പറഞ്ഞു എന്താണ് കാര്യം എന്നുള്ളത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വീണ്ടും എനിക്ക് പേഴ്സണലി എന്നോട് ഇനി ചോദിക്കും. ചിലവരെങ്ങനെയാ വെച്ചാൽ ഒരു യൂസർ ഉണ്ട്. ആ യൂസർ എങ്ങനെയാ വെച്ചാൽ അങ്ങോട്ട് നിൽക്കും ഇങ്ങോട്ട് നിൽക്കും. ആരാണെന്നുള്ള കേൾക്കുന്നവർക്കറിയാലോ. അപ്പോൾ ചില സമയത്തേക്ക് 3 പെണ്ണുങ്ങളുള്ള വീടാണ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് പണിക്കാരായിട്ട് നിങ്ങൾ കൊച്ചമ്മമാരോ ചോദിക്കുക. എന്നൊക്കെ ഉണ്ടല്ലോ ഒരു പണിയെടുക്കാത്ത സ്ത്രീ എന്നാ പറയണേ. ഞാൻ പണിയെടുക്കാത്തതെന്ന് പറഞ്ഞാൽ പിന്നെ പണിയെടുക്കുന്നവരെ ഈ പെൺകുട്ടി കണ്ടിട്ടില്ല. അത് പെണ്ണാണോ ആരോ. അതെ, ഡിവൈൻ അടയിരിക്കുക, ഡിംപിൾ ഡിവൈനെ കൊണ്ട് പണിയെടുപ്പിക്കുക. എന്താ അല്ല ഒരിടയ്ക്ക് ഡാഡിയെ കൊണ്ട് പണിയെടുപ്പിക്കണമെന്നായിരുന്നു. പിന്നെ ഡോൺ പിന്നെ പാവം ഡോണൊന്നും പറയില്ല. അല്ല ഡോണിന് കേൾക്കാനുള്ളതൊക്കെ ഇഷ്ടം പോലെ കേട്ടു. അതെ ഞാനില്ല. ഇന്ന് ഞാൻ വീഡിയോ ഇട്ടപ്പോ
എന്തെങ്കിലും ഉണ്ടോ? അതെ, കുഴപ്പമുണ്ടോ? വേറെ ചാനലുകാരെടുത്ത് ന്യൂസ് ഇട്ടിട്ടുണ്ടോ? അത് എന്താ മെയിൻ സംഭവം, ഡോൺ ചേട്ടൻ സത്യം പറഞ്ഞ യൂട്യൂബും കാര്യങ്ങളൊന്നും പണ്ടത്തെ വെച്ച് നോക്കുമ്പോ ഇപ്പൊ നോക്കാറേ ഇല്ല, ആൾക്ക് ഇഷ്ടമില്ല. അതിനും കൂടെ ചേർത്ത് ആൾക്കാർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു കൊടുക്കും. അതാണ് പിന്നെ ഇതിനകത്ത് തംബ്നെയില് ആവശ്യമില്ലാത്ത ഫോട്ടോസ് ഒക്കെ വെച്ച് തംബ്നെയിൽ വെക്കും. വരുന്നൊക്കെ ഞാൻ ഇപ്പൊ പറഞ്ഞിട്ട് എടുത്ത് കളയിക്കാണ്. നിങ്ങൾ എന്നെ കുറിച്ചും എന്റെ ഭർത്താവിനെ കുറിച്ചും പറയുന്നെങ്കിൽ ഞങ്ങളെ പറ്റി മാത്രം പറഞ്ഞ് തംബ്നെയിലും ക്യാപ്ഷൻസും ഒക്കെ ഇടുക. ഇത് ഞാൻ പറയണ കാര്യം കട്ട് ആൻഡ് പേസ്റ്റ് എടുത്തിട്ട് അപ്പുറത്ത് കൊണ്ടുവച്ചിട്ട് വല്ലോന്റെ പേര് വെച്ച് എനിക്ക് ഇഷ്ടപ്പെടുവോ? എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. അത് പറഞ്ഞപ്പോ ഞാൻ പേഴ്സണലി അവർക്ക് മെസ്സേജ് അയക്കും, പേജിലേക്ക് അയക്കും. ഞാൻ പറഞ്ഞു ഒന്നെങ്കിൽ നിങ്ങളുടെ പേരിൽ ഞാൻ ഒന്നെങ്കിൽ പേജ് ബ്ലോക്ക് ചെയ്യും അല്ലെങ്കിൽ കേസ് പറയാം. കാരണം എന്റെ യൂട്യൂബിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ടാണ് പോയി കഥയൊക്കെ പറയണത്. നമുക്ക് കോപ്പിറൈറ്റ് അറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ അതുപോലെ എന്നോട് കുറെ പേര് പറഞ്ഞു ആ യൂസർ ചേച്ചീനെ കണ്ടുപിടിക്കാൻ പറ്റും, പക്ഷെ ഞാൻ വേണ്ട. കാരണം നമ്മളേറ്റവും ആണ് നമ്മളേറ്റവും അറിയുന്ന ഒരാളാണ് എന്നുള്ളത് എനിക്ക് ഏകദേശം ഒക്കെ മനസ്സിലായി. പക്ഷെ ഞാൻ നോക്കുമ്പോ പക്ഷെ നമ്മളെന്തിനാന്ന് വിചാരിച്ചിട്ടാ. ഇല്ല, എന്നോട് പറയില്ല. കാരണം ഞാൻ ഏകദേശം കണ്ടുപിടിച്ചു എന്ന് 1-2 ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ എന്തിനത് അതിന്റെ അതാ സന്തോഷം എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരുടെ സന്തോഷത്തില്. അതെ എന്നോട് ചോദിക്കുന്നു എന്താ എന്റെ കമന്റ് ഡിലീറ്റ് ചെയ്ത് കളയാൻ. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ കമന്റ് ഇട്ടു. ഞാൻ ഇന്നും കൂടി റിമൂവ് ചെയ്തല്ലോ ആ കുട്ടിയുടെ കമന്റ്. ഇഷ്ടം, എനിക്കത് കാണാൻ എനിക്ക് ഇഷ്ടമില്ല. നിങ്ങൾ ഇട്ടോ കുഴപ്പമില്ല, ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും. ഞാൻ എല്ലാവരും അല്ലേട്ടോ പറഞ്ഞത്, ചൊറിയാൻ വരുന്നവരെ മാത്രമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഇഷ്ടമുള്ള കമന്റ് മാത്രമേ ഞാൻ വെക്കുള്ളൂ. അതിൽ എന്തൊരു ചെറിയൊരു തരത്തിലായി ഇൻഡയറക്ട്ലി കുത്തുന്നെങ്കിൽ പോലും ഞാനത് റിമൂവ് ചെയ്തത്. അത് റിമൂവ് ചെയ്ത് മനസ്സിലാക്കി ഉടനെ അടുത്ത കമന്റ് ഇടും, എന്താ എന്റെ കമന്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എനിക്ക് ഇഷ്ടമില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും സോഷ്യൽ മീഡിയ നിങ്ങൾ കമന്റ് ഇട്ടോ, ഡിലീറ്റ് ചെയ്യാന്നുള്ളത് എന്റെ അവകാശമാണ്. അതെ, അവർക്ക് ഇടാം, നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇപ്പൊ എന്റെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്. നിങ്ങൾ പറഞ്ഞോ ഞാൻ ഡിലീറ്റ് ചെയ്യും. അഥവാ ഈ പറഞ്ഞ പോലെ അസ്ഥാനത്ത് കുത്തുമ്പോൾ ഞാൻ പ്രതികരിക്കാറുണ്ട്. എനിക്ക് ഏത് മനുഷ്യന്മാരാണെങ്കിലും നമുക്ക് ഇപ്പൊ ആ ഒരു ബോണസ് കുറെ പേര് പറഞ്ഞു അങ്ങനെ നിങ്ങൾ വെറുതെ വിടരുത്, പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം എന്ന് പറഞ്ഞപ്പോ നിങ്ങള് സ്ട്രോങ്. അതുപോലെ ചില കുട്ടികൾ നമ്മളുടെ നന്മയ്ക്കാവും പറയാ അത് ചെയ്യരുത് കേട്ടോ ആൻറ്റി എന്നൊക്കെ പറയുമ്പോൾ അവർ നല്ല സെൻസിലാണ് പറയുക, നമ്മൾ ആ സെൻസിൽ എടുക്കും. പക്ഷേ അതിൻ്റെ താഴെ വന്നിട്ട് പിന്നെ ചീത്ത വിളിയാണ്. അപ്പോൾ ഞാൻ എന്ത് കാണിക്കുന്നത് വെച്ചാൽ അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളോട് പറയാണ്, നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടല്ല റിമൂവ് ചെയ്യണത്, താഴെ വന്നിട്ട് അനാവശ്യമായ കമൻസ് ഇടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതങ്ങടെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കാരണം നല്ലതിനാണ് പറയണ്ടാവുക. പക്ഷെ അതുമ്മ പിടിച്ച് കയറി എന്തെങ്കിലുമൊക്കെ പറയും. അപ്പം അതുകൊണ്ട് ഞാൻ എങ്ങനെയാ വെച്ചാൽ റിമൂവ് ചെയ്യുക. അപ്പം റിമൂവ് ചെയ്തവർ വിചാരിക്കേണ്ട നമുക്കത് അംഗീകരിക്കാൻ പറ്റാണ്ടാണെന്ന് വിചാരിക്കായിരിക്കും. പക്ഷെ അതിന്റെ താഴെ വന്നിട്ട് വേണ്ടാത്തത് പറയുമ്പോൾ നമ്മൾ എന്തിനാ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കൊടുക്കണത്? അതാണ്, അതുകൊണ്ടാണ് ഞാൻ ആലോചിക്കും, നിങ്ങൾ ആരാ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാക്കുന്നത്? നിങ്ങൾ നിസ്സാരാണ്. നിങ്ങൾ ആരാന്ന് നിങ്ങൾക്ക് പോലും അറിയത്തില്ല തമ്മിൽ. അത് ഞങ്ങളുടെ പേര് പറഞ്ഞ് നിങ്ങൾ വഴക്കുണ്ടാക്കേണ്ട അല്ലെങ്കിൽ ഒരു ടോക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമേ ഇല്ല. ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സ്പേസ് ഇപ്പൊ ഉണ്ടാക്കി കൊടുക്കാറേ ഇല്ല. അതാണ് ഏറ്റവും ഞാനും റിമൂവ് ചെയ്യും, അപ്പം റിമൂവ് ചെയ്യും. ഞാൻ അങ്ങനെ ഒരു കാര്യം എന്റെ മൈൻഡിൽ അങ്ങനെയാണ്. ഒരു പരിചയമില്ലാത്ത നിങ്ങൾ തമ്മിൽ ഒരു വഴക്കുണ്ടാവണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി വാദിക്കേണ്ട, സ്നേഹത്തിന്റെ പുറത്ത് വാദിക്കുന്നവർക്ക് പോലും ചീത്തവിളി, അങ്ങനെ വെറുതെ ഞങ്ങളെ സ്നേഹിച്ചതിന്റെ പേരിൽ നിങ്ങൾ ചീത്തവിളി കേൾക്കുന്നത് എനിക്ക് താല്പര്യമില്ല. സത്യമായിട്ട് കണ്ണുപൊട്ടത് ചീത്തയൊക്കെ വിളിക്കുന്നവര് അങ്ങോട്ടും കിടന്ന് ചീത്ത വിളിയാ. എന്തിനാ ദൈവമേ, ആ സ്നേഹം ഉള്ളവരെയും കൂടെ വെറുപ്പിക്കുമല്ലോ എന്ന് വിചാരിക്കുന്നു. ഓ ഹൊറിബിൾ. യൂട്യൂബ് കൊണ്ടുപോകണം ഇച്ചിരി പാടാട്ടോ. തൊലിക്കെട്ടി വേണം, റവന്യൂ ആവുന്നുണ്ടോ നോക്കണം, എന്തെല്ലാം അതും പറയും. വെറുതെ ഇരുന്ന് വീഡിയോ ഉണ്ടാക്കിയിട്ട് പൈസ ഇത് വെറുതെ ഇരുന്നിട്ടൊന്നും വരില്ല. ഫസ്റ്റ് ഓഫ് ഓൾ യൂട്യൂബിനെ കുറിച്ച് പഠിച്ചറിയാം. ഇപ്പൊ നിസാരം എന്റെ കമന്റ് ഓഫ് ആവുന്നത് പിള്ളേരുടെ കണ്ടന്റ് ആണ്, അതും പോയി. അതിനർത്ഥം ഞാൻ പേടിച്ചിട്ട് കമന്റ് ബോക്സ് ഓഫ് ആക്കും. ഞാൻ അങ്ങനെയാണെങ്കിൽ നേരത്തെയോട് ഓഫ് ആക്കിയിട്ടേണ്ട സമയം കഴിഞ്ഞു. കുറെ പേർക്ക് അറിയില്ല ഡിവൈനെ, അവര് ചോദിക്കുന്നുണ്ട്. ചിലര് അറിഞ്ഞിട്ട് അറിയാത്തവരുണ്ട്, ചിലര് മനഃപൂർവ്വം പേടിച്ചിട്ടാണ് ഓഫ് ആക്കിയത്. ഞങ്ങളെ എന്തിനാ പേടിക്കുന്നത്? പേടി എന്നുള്ള സംഗതി നമുക്കില്ല, ആർക്കും ഇല്ല വീട്ടില്. അതെന്താ വെച്ചാൽ നമ്മൾ ഓപ്പൺ ആണ് എല്ലാ കാര്യവും. അത് ഞാൻ എപ്പോഴും പറയും, ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ തുറന്നൊരു പുസ്തകമാണ്. നമുക്കൊന്നും ഞങ്ങളോട് 3 പേരോട് മാറി മാറി ഒരു ചോദ്യം ഒറ്റയ്ക്ക് കൊണ്ടുപോയി ചോദിച്ചാൽ എല്ലാവർക്കും പറയാൻ ഒരേ ഉത്തരം ഉണ്ടാവുള്ളൂ. ഒരു ദിവസം ഞങ്ങളുടെ 3 ആളുടെ വീഡിയോ കണ്ടാൽ അറിയാം. അതില് നമുക്ക് ഒരാൾക്ക് നുണ പറയണം എന്ന് വിചാരിച്ച പോലും പറ്റില്ല. കാരണം ഈ 3 പേരും വീടിന്റെ 3 ആംഗിളിൽ നിന്ന് വീഡിയോ എടുക്കുന്നവരാ.
അപ്പൊ അതുകൊണ്ട് Yeah. എല്ലാം എനിക്ക് ബേബി കണ്ടന്റ് മാത്രമേ ഉള്ളൂ. അതെ ബേബീസ് ഡിവൈൻ്റെ ഫുഡ് ആയതുകൊണ്ട് ഡിവൈൻ എപ്പോഴും കമന്റ് ഓട്ടോമാറ്റിക്കലി അതിലും എനിക്ക് പ്രശ്നങ്ങൾ വരാണ്ട്, റവന്യൂലും പ്രശ്നങ്ങളൊക്കെ. അതെന്താന്ന് ഇപ്പൊ പറഞ്ഞില്ലേ, ചുമ്മാ വീഡിയോ ഇട്ട് പൈസ ഉണ്ടാക്കി തിന്നോണ്ടിരിക്കുകയാണ്. അതിന് ആൾക്കാരുടെ വിചാരേ ലക്ഷങ്ങൾ കിട്ടുന്നുണ്ട് എന്നാണ്. അത് അവർക്കത് കിട്ടിയിരുന്ന സമയങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. മുമ്പ് എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ തുടങ്ങിയ സമയത്ത് ഇപ്പൊ 3 വർഷം അതിന് മുമ്പ് തുടങ്ങിയവരുണ്ട്. അതെ അതെ. അല്ല ഇപ്പൊ അങ്ങനെ ഇല്ല. ശേഷം ഒത്തിരി യൂട്യൂബ് ചാനൽസ് തുടങ്ങി. ഇപ്പൊ സെലിബ്രിറ്റീസ് ആണെങ്കിലും ഒരുപാട് പേര് റീസെന്റ് ആയിട്ട് തുടങ്ങിയവരുണ്ട്. അപ്പൊ എല്ലാവർക്കും എല്ലാവരുടെ വീഡിയോസും കാണാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെ സ്പ്ലിറ്റ് ആയി പോകും വ്യൂവേഴ്സ്. പിന്നെ അതനുസരിച്ച് പിന്നെ നമ്മളിപ്പോ 3 വർഷമായി കണ്ട് നമ്മളെ മടുത്തിട്ട് പോയവരും ഉണ്ടാവും. ആഡ് കുറച്ചു, യൂട്യൂബിന്റെ റവന്യൂന്റെ എമൗണ്ട് കുറച്ചു. ഇപ്പൊ 10 കിട്ടിയതിനടുത്ത് 4 കിട്ടിയ ഭാഗ്യം എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു സന്ദർഭത്തിലൂടെ പോകുന്നത്. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് കുട്ടികളുടെ കണ്ടന്റ് കൊണ്ട് എന്റെ യൂട്യൂബ് എന്ന് പറഞ്ഞു ഒരു കുറച്ച് നാളും കൂടെ പോയാൽ സ്ട്രൈക്ക് കിട്ടി എന്റെ ചാനൽ തന്നെ പോകും. കാരണം ഇടയ്ക്കിടയ്ക്ക് ചേട്ടൻ വന്നിട്ട് പറയും സ്ട്രൈക്ക് കിട്ടും നിർത്തിക്കോ. ഞാൻ നിർത്തിട്ട് എന്നിട്ട് ഇടുക. കണ്ടന്റ് ഉണ്ടാക്കിയുള്ള വീഡിയോ എടുക്കാനുള്ള ഒരു പിള്ളേര്. ഇന്നിപ്പോ തോമ ഉറങ്ങില്ല. തോമ എന്നെ കാത്ത് അവിടെ ഇരിക്കുക. ഞങ്ങൾ ഇന്നലെ വെളുപ്പിന് 4 മണി വരെ എൻജോയ് ചെയ്യായിരുന്നു. അപ്പം നമുക്ക് ഒരുപാട് ഇത് ചുമ്മാ അങ്ങോട്ട വഴിക്ക് പൈസ ഒന്നും കിട്ടില്ല. കാര്യം ചെയ്യുമ്പോഴും അതിന്റെ ഒരു എഫേർട്ട് ഉണ്ട് ബാക്കിൽ. പ്രത്യേകിച്ച് പിള്ളേരെ വെച്ച് ചെയ്യാന്ന് പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് പിള്ളേരാണ് പ്രയോറിറ്റി. ഇപ്പൊ ഇഷ്ടം പോലെ കിടുക്കാച്ചി കണ്ടന്റ് ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് പിള്ളേരാണ് പ്രിയോറിറ്റി. വീട്ടിലെ കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ഷോ ഓഫ് സമയമില്ല. പാർട്ട് ഓഫ് ദ ലൈഫ് ആണ് നമുക്ക് യൂട്യൂബ്. അല്ലാണ്ട് ജീവിതമല്ല യൂട്യൂബ്. പ്രിപ്പയർഡ് ആയിട്ട് ഒരിക്കലും ഞങ്ങൾക്ക് പറ്റാറില്ല. ഇവരൊക്കെ ഒന്ന് വലുതായി ഒന്ന് സെറ്റിൽ ആയി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുമായിരിക്കും. എന്നാലും അത് റെഡിമെയ്ഡ് ആയിട്ട് ചെയ്യണേക്കാളും നല്ലത് ഇങ്ങനെ പോവാണ്. സത്യം പറഞ്ഞാൽ ഇതാ ലൈവായിട്ട് പോണതാണ് ഏറ്റവും നല്ലത്. ശരിക്കും ഇതിനകത്ത് എന്താ പറയുക, കൂട്ടിപ്പറച്ചിലോ കുറച്ച് ഉണ്ടാക്കി പറിച്ചിലോ ഒന്നുമില്ല. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന സംഭവങ്ങളാണ് കാണിക്കുന്നത്. അതില് ഉപ്പും മുളകും ഒന്നും കയറ്റി പറയാനായിട്ട് ഇല്ല ഇതിനകത്ത്. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം ഉണ്ടാവും, ഓരോരുത്തരുടെ ജീവ സാഹചര്യം ഉണ്ടാവും. അതനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ആരുമായിട്ട് കമ്പയർ ചെയ്യാണ്ട്. അതെ, കമ്പാരിസൺ വേണ്ട. നമ്മളെങ്ങനെയാ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പൊക്കോളാം. ഇപ്പൊ നമുക്ക് വേണ്ടിട്ട് വേറൊരാളുടെ അടുത്ത് തല്ലി പിടിക്കാൻ നിൽക്കണ്ട. അവർക്ക് വേണ്ടിട്ട് നമുക്ക് വേണ്ടിട്ട് അല്ലേ. അത് ഞാൻ കണ്ടിട്ടാ. അതതിനെ വിവരമില്ലാത്ത കുട്ടികളാണ്. കാരണം അവർക്ക് ഇതുകൊണ്ട് എന്താ ഗുണം എന്നുള്ളത് അവർക്ക് മനസ്സിലാവണില്ല. അതുകൊണ്ട് വിവരമില്ല. ഞാൻ യൂസർ ചേച്ചിക്ക് വിവരദോഷി എന്ന പേരെന്നെ ഇട്ടേക്കുന്നുണ്ട്. പറഞ്ഞിട്ട് കേട്ടില്ല. ഞാനാണ് ചേച്ചിക്ക് ഇത്രയും ബഹുമാനം തന്നിരിക്കുന്നത്. എല്ലാവരും യൂസർ ചേച്ചി വിളിക്കണേ. എന്നോട് എപ്പോഴും വേണം. സൂക്ഷിച്ചിടുക. നിങ്ങൾ രണ്ടാളും തമ്മിലാണ് യൂസർ ചേച്ചി കൂടുതൽ ബന്ധം. അതെ. അല്ല നിന്നെ പറയുന്നത് ഞങ്ങളുടെ ചാനലിൽ വന്നിട്ട് പറയാന്ന് മാത്രം. ഞാൻ പിന്നെ അപ്പൊ തന്നെ റിമൂവ് അതാണ് അതാ നല്ലത്. റിമൂവ് ചെയ്താളെ നിങ്ങള് എത്ര. പിന്നെ ചിലരിപ്പോ വിഷമിക്കുന്നുണ്ടായിരിക്കും കമന്റ് ഇടാൻ പറ്റും. ഞാൻ നിങ്ങളെ ഹൈഡ് ചെയ്തിരിക്കുകയാണ് ചാനലിൽ. നിങ്ങൾ എത്ര കമന്റ് ഇട്ടാലും കാണില്ല. ഓ അങ്ങനെയില്ല. പിന്നെ ഞാനൊന്ന് 2 പേര് അങ്ങനെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എത്ര കമന്റ് ഇട്ടാലും കാണില്ല. അതുകൊണ്ടാണ് ഞാൻ യൂസർ ചേച്ചിനെ പിന്നെ മനഃപൂർവ്വം ഹൈഡ് ചെയ്യാണ്ട് അത് പറഞ്ഞോട്ടെ എന്ന് വെച്ചിട്ട്. അതെ, നമുക്കൊരു ചർച്ച കിട്ടണ്ടേ. നല്ല രസം. നമ്മള് വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ പറയും. അത് തോന്നിയ ചാനലിൽ പോയിട്ട്, തോന്നിയ വീഡിയോയിൽ പോയിട്ട്. കൊള്ളാലോ അല്ലേ, നമുക്ക് അതൊരു കണ്ടന്റ് ആക്കാലോ. ചേച്ചി വിചാരിക്കണം ചേച്ചിയാണ് ഞങ്ങളുടെ അന്നദാവ്. പിന്നെ ഉണ്ട് കേട്ടോ ഒരു ജില്ലെന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ കാണാം. അതെന്താന്നറിയോ, ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ പറഞ്ഞു അല്ല ആ കുട്ടിയോട് ഞാൻ പറഞ്ഞു മോളുടെ എല്ലാ സ്ക്രീൻഷോട്ടും ഞാൻ എടുത്തു വെച്ചിട്ട് പലതരം മറ്റേ ഇമോജീസ് ഇട്ടിട്ടുള്ളത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് എല്ലാം കൂടിയിട്ട് ഞാനൊരു വീഡിയോ ആക്കിയിട്ട് കാണിക്കാം. ഇംഗ്ലീഷാണ് എൻ്റെ അമ്മോ, ഭയങ്കര ഇംഗ്ലീഷാ. അത് ഫുള്ള് ഇങ്ങനെ കൊറേ ഇമോജീസ് ഇടും. സെന്റ് ബോൾസിൽ അത്രയും അങ്ങനെയുള്ള കൾച്ചറുള്ള കുട്ടികളുണ്ടാവില്ല. ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞിട്ടേ എന്നെ പേടിപ്പിച്ചു. കാരണം എന്താ വെച്ചാല് കൾച്ചർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് കൾച്ചർ കിട്ടില്ല.
സംസ്കാരം എന്ന് പറയുന്ന സംഭവം. കാരണം എല്ലാത്തിനും ഈ കൊഞ്ഞനം കാണിക്കണ സ്മൈലി, വേറെ ഒന്നും ചെയ്യില്ല. ആ ഫോണിൽ കീപാഡിലെ ലെറ്റേഴ്സ് അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇല്ല കുറച്ച് കാരണം ഇതാണ് ഞാൻ പറഞ്ഞു, ഞാൻ കുറേ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട്, കാരണം കാണാൻ ഭയങ്കര രസമാണ് ഇമോജീസ്. അപ്പോൾ ആ അപ്പൊ ഞാൻ എന്ത് കാണിച്ചു എന്ന് വെച്ചാ സത്യം ഇട്ടും ഞാനും അതെ സത്യം പറഞ്ഞ നമ്മുടെ മഞ്ഞ സ്മൈലില്ലേ ഇങ്ങനെ നിൽക്കുന്ന ഉമ്മ കൊടുക്കുന്ന മാത്രമേ എനിക്ക് അറിയത്തില്ല. ഇത് കൊറേ എണ്ണത്തിനിടും. ഞാൻ നോക്കുമ്പോ അവസാനം ഫോൺ നോക്കിയിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കില്ല. എനിക്ക് ഒരിക്കൽ സങ്കടം വന്നതേ, എന്തോ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഡിമ്പിളുടെ, അവിടെയും പോയിട്ട് അപ്പം ഞാൻ ചോദിച്ചു കുട്ടിക്ക് ഇത് കേട്ടിട്ട് ഇങ്ങനെ ഒരു സ്മൈൽ ഇടാൻ പറ്റിയ ഭയങ്കര മനസ്സാട്ടോ എന്ന് പറഞ്ഞു. ഞാൻ കൊറേ ഇടും അത്, എന്താ ചെയ്യാ. അല്ല ആദ്യം ഞാൻ വിചാരിച്ചു അതിന് അങ്ങനെ അറിയാണ്ടിടണമെന്ന്, പിന്നെ നോക്കിയപ്പോ ഭയങ്കര ഇംഗ്ലീഷ്. അതും കിടക്കാത്തി സ്മൈലി നമ്മുടെ ഫോണിൽ അതൊക്കെ ഉണ്ട് കേട്ടോ, നിങ്ങൾ ഇടയ്ക്ക് നോക്കണം. പൈസ കൊടുത്ത് വാങ്ങിച്ച ഫോണാണ് അതൊക്കെ. ഞാൻ ഇരുന്ന് തപ്പിയിട്ടുണ്ട് ചേച്ചി എവിടുന്നാ തപ്പി പിടിക്കുന്നുള്ളത്. എനിക്ക് എന്റെ ഹൃദയവും സ്റ്റിക്കറും ഒക്കെ എനിക്കറിയുള്ളൂ. അല്ല അങ്ങനെ കൊറേ കോമഡി കഥാപാത്രങ്ങളുണ്ട്. പിന്നെ ഒരു സിജി മോളെ ഒന്നും പിന്നെ കാണാനില്ല, കുറച്ച് നാളായി, കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചേച്ചി ഇങ്ങനെ നിറഞ്ഞു നിക്കുക. എന്താ ചെയ്യാ, ടാഗ് ചെയ്തിടുമ്പോ ശ്രദ്ധിക്കണുണ്ട്, എന്നെ ടാഗ് ചെയ്യിക്കോട്ടെ, ഇടയ്ക്ക് ടാഗ് ചെയ്യും, തെറ്റി ടാഗ് ചെയ്യണം, പിന്നെ പെട്ടെന്ന് റിമൂവ് ചെയ്യും. അപ്പൊ പറയാം ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറയും, പക്ഷെ എനിക്ക് നോട്ടിഫിക്കേഷൻ വരാറുണ്ട്. അതുകൊണ്ട് പറഞ്ഞാ ഇനി വേറെ ഉണ്ട് കേട്ടോ, കണ്ടാലും വേറെ ഉണ്ട്, എനിക്ക് ഇഷ്ടമില്ല, അതുകൊണ്ടാണ് വെറുതെ ഞാൻ നിങ്ങളെയൊക്കെ അവോയ്ഡ് ചെയ്ത് ഞാൻ പീസ് ഓഫ് മൈൻഡിൽ ജീവിക്കുകയാണ്. എവിടെയാന്ന് വെച്ചപ്പോ പറഞ്ഞു, പക്ഷെ എന്നോട് പറയണ്ട, എനിക്ക് ഉപദേശങ്ങളൊക്കെ ഉണ്ട് സ്വീകരിക്കണേ. അപ്പൊ നമുക്ക് വീഡിയോ അവസാനിപ്പിച്ചാലോ? ജിൽ ചേച്ചി ടാറ്റ, വി മിസ് യു. എൻ്റെ കുറേ വീഡിയോ മറ്റേ സ്ക്രീൻഷോട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ശരിക്കും പറയണേ, ഞാൻ കുറേ സ്ക്രീൻഷോട്ട്, കാരണം എനിക്ക് ഏറ്റവും സങ്കടമായത് പാച്ചുവിൻ്റെ എന്തോ ഇമോഷണൽ ആയിട്ടുള്ള ഒരു വീഡിയോയില് അവിടെയും കോക്കിരി കാണിച്ചിട്ടില്ല ഇതിട്ടേക്ക. എന്ത് മനസ്സാ നോക്കിയ മനസ്സ്. പക്ഷെ മഞ്ഞ സ്മൈലി മതി കേട്ടോ, നീല വേണ്ട, നീല വേണ്ട, നീല ഇഷ്ടം. പറയാം അതെ, എനിക്ക് ഉറക്കം വരണം. ഇനി എനിക്ക് ബാക്കി സമയം ബാക്കി പരിപാടികളൊക്കെ എടുക്കണ്. ആ എനിക്കിതേ കണ്ടോ സമയം എത്രയെന്നൊക്കെ, സമയം 12:30. ആ എനിക്കിനി എഡിറ്റ് ചെയ്യണം, എനിക്ക് വോയിസ് ഓവർ കൊടുക്കണം, എൻ്റെ ബിസിനസിന്റെ കാര്യങ്ങൾ നോക്കണം, എന്നിട്ട് വേണം കിടക്കാൻ. അതെ, ഇന്ന് 3:30 വരെ ഇവരുണ്ടേ. അപ്പം അങ്ങനെ. അപ്പം എന്തായാലും രസകരമായ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അപ്പം ഇടയ്ക്ക് ഞങ്ങൾ ഇതുപോലെ വരാം കേട്ടോ. അതെ, നാളെ താൻ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യാം, നമുക്ക് കോമഡി ആക്കാം. ഞാൻ പക്ഷേ ഈ കുട്ടികളോട് പറയാറുണ്ട് കേട്ടോ, റീൽസ് നല്ല ഒതുക്കമുള്ള സംഭവങ്ങൾ ചെയ്യാൻ പറയുന്നുണ്ട്, ഒതുക്കുള്ളത്. പക്ഷെ ഇവർക്ക് എന്തോ അതിനോട് ഇഷ്ടം വന്നിട്ടില്ല. അല്ല അതൊരു രസമല്ലേ കുട്ടികളായിട്ട്, നല്ല ഒതുക്കുള്ള സംഭവങ്ങൾ, നല്ല ഡാൻസ് എന്ന് പറഞ്ഞാൽ മുഴുവൻ അങ്ങോട്ട് തുള്ളലും കോതലല്ലോ. പാട്ടൊന്ന് തുടങ്ങി വെച്ചതാ റോസയും ഡിംപിളും കൂടിയിട്ട്, പക്ഷെ പിന്നെ അത് മുഴിപ്പിക്കാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ അത് പറ്റിയില്ല. അപ്പൊ ഞാൻ ഇവരോട് പറയും, എന്നെ സംബന്ധിച്ച് ഞാൻ ഇവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന ആളാ. ഞാൻ ഒരിക്കലും നോ പറയാറില്ല, ഒന്നിനും പറയാറില്ല. ഞാൻ ഇവരെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളാ. അപ്പൊ അങ്ങനെ, അതെ, ചെയ്യാത്തത് അവരുടെ കുറ്റം, അതെ അവരുടെ ഇഷ്ടം. അതാ ഞാൻ പറഞ്ഞത്, ചില സമയത്ത് എനിക്ക് അമ്മായിമ്മയുടെ റോൾ എടുക്കേണ്ടി വരും, രണ്ടാളോടും കൂടിയിട്ട്. ചില സമയത്ത് മക്കൾ അമ്മയുടെ റോൾ. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് വീഡിയോ പിന്നെ റീസ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഫെബ്രുവരി മാർച്ച് ഒന്നും വീഡിയോസ് ഇട്ടിട്ടില്ലായിരുന്നു, പിന്നെ ചീത്തൊക്കെ വിളിച്ചപ്പോൾ ഞാൻ നന്നായി. അല്ല അത് എങ്ങനെയാ വെച്ചാൽ നമ്മളൊരു ദിവസം ചെയ്യാണ്ടാകുമ്പോൾ നമ്മുടെ വീഡിയോയിൽ നമ്മളുടെ പേഴ്സണൽ നമ്പറിൽ വന്നിട്ട് ആൻറ്റിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ നമ്മളെയും ശ്രദ്ധിക്കാൻ
ഒരാളെങ്കിൽ ഒരാൾ വന്ന് ചോദിക്കുമ്പോൾ അത് ഭയങ്കര സമാധാനമാണ്. അപ്പോൾ ഈ 1000 മിനിമം ഒരു 5000 പേര് കാണുന്നുണ്ടാവും. ഈ 5000 പേരിൽ ഒരാളെന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചിട്ട് നമ്മൾ വിഷമിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പോൾ അവർ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ബാക്കി 4999 ആളെ നോക്കിയാൽ മതി. ആ അതാണ് 5000 പേര്, മിനിമം 5000 പേരുണ്ടാവുമല്ലോ. ഈ വീഡിയോ അങ്ങനെ ഡിവൈന് 1 lakh അടിക്കുന്നു. അതെ, അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഒരു പ്ലേ ബട്ടണും കൂടി ഇവിടെ കൊണ്ടുവന്ന് വെക്കണം നമുക്ക്. മമ്മിക്ക് എനിക്ക് തോന്നുന്നു നിയർലി 60 ആയി തുടങ്ങി. എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്ന് വരെ ഒരു കുട്ടി എന്നോട് ചോദിച്ചു, അതിൻ്റെ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീഡിയോയ്ക്ക് ലൈക്ക് സബ്സ്ക്രൈബ് അങ്ങനെ പറയണ്ടല്ലോ. അല്ല അങ്ങനെ പറയാറുണ്ടല്ലോ, ആൻറ്റി എന്താ പറയാത്തേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കണം. ഞാൻ ഇന്ന് വരെ എനിക്കങ്ങനെ, പിന്നെ ഒന്നാമത് അങ്ങനെ എഴുതാനും എനിക്കറിയില്ല. സൈഡിൽ ഷെയർ ലൈക്ക് സബ്സ്ക്രൈബ് എന്ന് പറയാൻ എനിക്കറിയില്ല. പിന്നെ എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കാണും, കാണാണ്ടിരിക്കും, അതൊക്കെ അതിൻ്റെ ഒരു. അപ്പോൾ മനസ്സിലായിന്ന്. ആ അതിങ്ങനെ അതങ്ങനെയാണ്. അപ്പം അത് ചില സമയമാണ്, ചില സമയത്ത് ഇങ്ങനെ ഓടിക്കയറും, ചില സമയത്ത് അങ്ങനെ ഒരു ഇതിൽ നിൽക്കും. അപ്പം അങ്ങനെ ഇന്നത്തെ വിശേഷം. കാരണം നാളേക്ക് ഇനി വീഡിയോ ഇല്ല എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെടരുത്. ഡിവൈൻ വീഡിയോ ഇട്ടില്ലെങ്കിൽ ആദ്യം എൻ്റെ അടുത്തേക്ക് വരിക. എന്ത് പറ്റി ഡിവൈൻ്റെ പേഴ്സണൽ നമ്പർ ഒന്ന് തരുമോ എന്ന് ചോദിക്കാന്നൊക്കെ പറയും. എൻ്റെ അടുത്ത് അങ്ങനെയല്ല ചോദിക്കുക, ആ ഡിവൈന് വീഡിയോ എടുക്കാൻ സമയം കൊടുക്കാൻ പഠിപ്പിക്കാണ്ട് അങ്ങനെയൊക്കെ പറയും. അപ്പം പിന്നെ കൊച്ചമ്മ വീട്ടിൽ കയറി ഇരിക്കുകയാണ്, ഞാൻ അടയിരിക്കുക അത് പറയും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാം, താൻ എന്ത് ചെയ്തില്ലല്ലോ വീഡിയോ ഇട്ടോളോ എന്ന് പറയാറുണ്ട്. അതെ, അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. ഗുഡ് നൈറ്റ്. എന്തോ പറഞ്ഞു, എന്തോ അവസാനിച്ചു. എന്നാലും സാരില്ല, കൊള്ളായിരുന്നു. കുറെ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങ് അവസാനിപ്പിച്ചു. അതെ, ഫ്രസ്ട്രേഷൻ മൊത്തം തീർന്നു. അതെ. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഡിബിൾ റോസ്. നമസ്കാരം വന്ന താങ്ക് യു പറഞ്ഞു. ഓക്കെ ബൈ. അപ്പോൾ എല്ലാവരുടെയും വക ഗുഡ് നൈറ്റ്. ഹാവ് എ ഗുഡ് ഡേ. ഗുഡ് നൈറ്റ് അല്ലല്ലോ, ഗുഡ് നൈറ്റ് അല്ല, രാവിലെ അല്ലേ. അപ്പോൾ ഹാവ് എ ഗുഡ് ഡേ.